എങ്ങനെ വെച്ചോടുത്ത് കാണാതെക്കണു നോക്കേ ഇതിന്റെ പൈസ എടുത്തണം അവിടുന്ന് ഇല്ലാത്ത പറഞ്ഞിട്ടാക്കണ്ട അവിടെ 1-2 ഉറുപ്പ്യല്ല 50,000 ഉറുപ്പ്യാണ് കാണാതായിക്കണ്ട് ഇത് 100-200 എടുക്കണമെന്നൊക്കെ ഞാൻ അറിയായിട്ടൊന്നല്ല അതൊക്കെ മക്കളല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവുണ്ടാവും വിചാരിച്ചിട്ട് വ്യാപാരം ഉണ്ടാക്കണതാ നിങ്ങളിപ്പം ഉണ്ടാക്കാന്നല്ലേ എന്റെ ചങ്ങായിമാരൊക്കെ അവിടുന്ന് നോക്കണ്ടേ ഇനി അങ്ങാറ് ഇന്നെ കുറിച്ച് എന്തേലും പറഞ്ഞാ അടച്ചൊന്നേരം എനിക്ക് ദേഷ്യം വരണ്ടേ എനിക്ക് അന്നെ തന്നെ സംശയം 4 ദിവസം മുന്നേ എന്റെ കയ്യിൽ നിന്ന് ഒരു പൊതി പിടിച്ചപ്പോ എന്തേ പറഞ്ഞോട് അത് കൽക്കണ്ടാന്ന് എന്നും അവിടെ ഒച്ചപ്പാടാണല്ലോ റബ്ബേ. നിങ്ങളിപ്പോ ആവശ്യമില്ലാത്ത വർത്താനാണ് ഇപ്പൊ ഈ പറയണത് ഇത്ര ആൾക്കാരാണ് നിങ്ങളിത് പറയേണ്ട ആവശ്യമുണ്ടോ എന്താ കോയാക്ക എന്താ പ്രശ്നം? ഒന്നുമില്ല ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തട്ടി തറഞ്ഞു വീണതാ. അതൊന്നല്ല, ഞാൻ കുറഞ്ഞിട്ട് അവിടുന്ന് കാണുന്നുണ്ട്. ഒരു മനുഷ്യനോട് പറയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടോ, ഞാൻ ഉംറക്ക് പോകാൻ വേണ്ടിട്ട് ഒരു കുട്ടി വെച്ചിന്ന് 1,00,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു പറയും, അതിന് 50,000 ഉറുപ്പ്യ കാണാനില്ല. മുത്തോ ഞാനിടാ എറുമ്പ് അരിമണി പെറുക്കി കൂട്ടണ മാതിരി പെറുക്കി കൂട്ടിയിട്ട് പാല് വിറ്റുണ്ടാക്കിയ പൈസ ഞാൻ പുറത്തു സാരല്ല കോഴക്ക, സാരല്ല, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഞാൻ പറയുന്നേക്ക് കരയണ്ട. നിങ്ങൾക്ക് ഇപ്പൊ 50,000 ഉറുപ്പ്യ ഇല്ലേ, അതിന് വലിയ സ്വർണ്ണം എന്തെങ്കിലും വാങ്ങി നോക്കി. ഇപ്രാവശ്യം പോയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം ഉംറക്ക് പോകാലോ. ഉംറക്ക് പോകാനുള്ള വിധില്ല. അതെന്നെ ആ സ്വർണ്ണം ഇവിടെ വാങ്ങിച്ചിട്ട് അതും കൂടി പോകാനല്ലേ. നിങ്ങളെ വീട്ടിൽ സ്വർണ്ണം വെക്കാൻ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഇന്നെ ഏൽപ്പിച്ചോളി, ഞാൻ എടുത്തു വെച്ചോളാം പോരെ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഉള്ള പൈസക്ക് മണ്ണാർക്കാട് ഹയാസ് ഗോൾഡ് പോയിട്ട് കുറച്ച് സ്വർണ്ണം വാങ്ങി നോക്കി. അത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഹയാസ് ഗോൾഡിൽ നിന്ന് നിങ്ങൾ സ്വർണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ വാർഷികം പ്രമാണിച്ചിട്ട് 13-ാം തീയതി മുതൽ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അവിടെ കൂപ്പൺ കോഡും കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ നറുക്കെടുത്താൽ ഒരാൾ ഒരു ഉംറക്ക് കൊണ്ടുപോകുന്നുണ്ട്. അഥവാ ആ ബാക്കി നിങ്ങൾക്കാണല്ലോ കോയാക്ക, നിങ്ങൾ ഇപ്പൊ തന്നെ ഉള്ള പൈസ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. നിങ്ങൾ അവിടെ പോയിട്ട് എന്റെ പേര് പറഞ്ഞോളി. ആയിക്കോട്ടെ.